നമസ്കാരം. ഇലക്ഷൻ 2026 കേരള സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. ഇന്ന് നമ്മൾ ചെല്ലുന്നത് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലേക്കാണ്. ഏകദേശം 13ഓളം നിയോജക മണ്ഡലങ്ങൾ ചേരുന്ന തൃശ്ശൂർ ജില്ല. തൃശ്ശൂരും മുല്ലൂരും മണലൂരും ഇരിഞ്ഞാലക്കുടയും കുന്നംകുളവും ചേർത്തലയും പിന്നെ വടക്കാഞ്ചേരിയും പുതുക്കാടും നാട്ടികയും കൊടുങ്ങല്ലൂരും ഗുരുവായൂരും ചേലക്കരയും കയ്പമംഗലവും അടങ്ങുന്ന 13 നിയോജക മണ്ഡലങ്ങൾ കൂടിച്ചേരുന്ന വളരെ സാംസ്കാരിക ഔന്നിത്യമുള്ള തൃശ്ശൂർ ജില്ലയിലേക്കാണ് പോകുന്നത്. തൃശ്ശൂർ ജില്ല എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമുക്ക് നോക്കാം. നമസ്കാരം സാർ. നമസ്തേ. എങ്ങനെയാണ് തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? തൃശ്ശൂർ ഇപ്പോഴത്തെ സ്കോർ എന്ന് പറയുന്നത് 12-1 ആണ്. LDF 12ഉം ഒരു ഡസൻ. ഒരു ഒറ്റ സീറ്റിൽ ചാലക്കുടിയിലെ സനീഷ് കുമാർ മാത്രമാണ് കോൺഗ്രസിന്റെ ആകെ ഒരു MLA. ഒരു കനൽ ഒരു തരി തൃശ്ശൂർ പൂരം നടക്കുന്ന ജില്ലയിലെ ആകെയുള്ള ഒരു തരിയാണ് അദ്ദേഹം. പക്ഷെ ഇത്തവണ ഒരുപാട് കാരണങ്ങളാൽ കേരളത്തിലെ ഈ ഭരണവിരുദ്ധത മാത്രമല്ല, സുരേഷ് ഗോപിയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള സാമൂഹ്യമായ ഒരുപാട് വിഷയങ്ങൾ BJP വോട്ടുകളെ ഇത്തവണ വ്യാപകമായി UDF-ലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥ വരും. അതിനെ ഡീലെന്നോ എന്ത് വാക്കിട്ട് ഉപയോഗിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു തവണത്തേക്ക് സുരേഷ് ഗോപിക്ക് കൊടുത്ത ഒരു വോട്ടാണ്, അത് തിരിച്ചു വരും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ തന്നെ നിന്ന് തുടങ്ങാം. പത്മജ വേണുഗോപാൽ ലീഡറുടെ മകൾ മോഡിയുടെ കൂടെ GP യാദയിലൊക്കെ മത്സരിച്ച് മധുരപ്രതികാരം എന്നൊക്കെ പറഞ്ഞ് വാർത്താ പ്രാധാന്യം നേടിയ തൃശ്ശൂർ പൂരം നടക്കുന്ന തൃശ്ശൂർ. ആ തൃശ്ശൂരില് ഇത്തവണ താരതമ്യേന LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ അത്ര വലിയ പ്രാധാന്യം ഉള്ളവരൊന്നുമല്ല. അവിടെ രാജൻ പല്ലൻ ആണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അവിടെ തൃശ്ശൂരിലെ ഒരു ഈ പത്മജ വേണുഗോപാൽ എന്ന സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൽ പരിങ്ങലാണ് എന്നൊക്കെ പറയാമെങ്കിലും സ്ഥിതി അതല്ല എന്നാണ്. എങ്കിലും അത് ഒരു പൂർണ്ണ ഉറപ്പ് കോൺഗ്രസിന് പറയാൻ പറ്റില്ല. കോൺഗ്രസിൽ നിന്നിട്ട് വിജയിച്ചില്ല, പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിൽ പോകുമ്പോൾ അതെ, തീർച്ചയായും ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അച്ഛന്റെ മകളായി മത്സരിച്ചപ്പോൾ പോലും ജയിക്കാൻ കഴിയാത്ത ആള്, അച്ഛന്റെ ആത്മാവിന് നിരക്കാത്ത പാർട്ടിയിൽ പോയിട്ട് പിന്നെ ഇന്നലെ ജയിക്കും, അതൊക്കെ പ്രചരണത്തിന് വേണ്ടി പറയാവുന്നേ ഉള്ളൂ. അപ്പൊ അത് ലഭിക്കാനുള്ള സാധ്യതയില്ല. ഫൈറ്റ് നടക്കുന്നത്, പക്ഷെ ഫൈറ്റ് നടക്കുന്ന ആരൊക്കെ ആയിരിക്കും? ഇല്ലില്ല, BJP അല്ല, LDF ഉള്ളൂ. രാജൻ പല്ലന്റെ സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പറയുന്നത്. അത് ഇപ്പൊ മറ്റേ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു നേരിയ മുൻതൂക്കം നമുക്ക് അവിടെ നൽകാം തൃശ്ശൂരില്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ LDF-നുള്ള സാധ്യതയാണ്. അതെ, 50-50 ആയിട്ട് നമുക്ക് കൊടുക്കാം. ഒല്ലൂർ നിലവിലെ മന്ത്രി മത്സരിക്കുന്ന രാജന്റെ CPI-യുടെ മത്സരിക്കുന്ന ഇതാണ്. അവിടെ രക്ഷയില്ല. അവിടെ CPI-ക്ക് ഈ പറഞ്ഞതുപോലെ CPI-ക്ക് അകത്തും വലിയ പ്രശ്നങ്ങളുള്ള ഒരു ജില്ലയും ഒരു വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു ഇതുമില്ല. എങ്കിൽ പോലും അതും ഒരു വലിയ പ്രതീക്ഷ 50-50 തന്നെ കൊടുക്കാം. അവിടെ LDF-നും സാധ്യതയുള്ളതാണ്. പക്ഷെ മണലൂരിലെ വരുമ്പോൾ C രവീന്ദ്രനാഥ് പഴയ മന്ത്രിയാണ്, വ്യക്തിപരമായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്, സാംസ്കാരിക നായകന്മാരുടെ കൂട്ടത്തിലൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷെ അവിടെ ജനകീയനായ TN പ്രതാപനാണ് സ്ഥാനാർത്ഥി. അത് UDF-ന്റെ അതെന്ന് വെച്ചാൽ ആ ഒരു പാർട്ടിക്കകത്ത് അടിയുറച്ച് നിന്നുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തെളിയിച്ചു തന്നയാള്. ഒരു അവശ മണലൂരില് UDF-ന് സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ആ മണലൂരില് പ്രതാപൻ തന്നെ കടന്നു വരും. കോൺഗ്രസിന് ആദ്യമായി പ്രതീക്ഷിക്കാവുന്ന ആദ്യത്തെ സീറ്റ് മണലൂർ തന്നെ. അടുത്തതാണ് ഇരിങ്ങാലക്കുട. നമ്മുടെ മന്ത്രി നമ്മുടെ പഴയ വിജയരാഘവൻ സഖാവിന്റെ ഭാര്യ. മന്ത്രിമാർ പരാജയപ്പെടുന്നതിൽ ആരോഗ്യമന്ത്രി കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രിയാണ് ആദ്യം തോക്കുന്നത്. വോട്ട് എണ്ണുന്നതിന് മുമ്പേ തോറ്റിരിക്കുന്ന മന്ത്രി ആരോഗ്യമന്ത്രി. രണ്ടാമത്തെ നമ്മുടെ ഈ മന്ത്രി തന്നെയാണ്. വേറെ I go, I take my house in my head എന്നുള്ള പ്രസിദ്ധമായ ആപ്തവാക്യത്തിലൂടെ പ്രസിദ്ധയായ വ്യക്തിയാണ്. ഒരുപാട് വിവാദങ്ങളിലും ഒക്കെ ചെന്ന് വീണിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ തോമസ് ഉണ്ണിയാണ്. ഇത്രയും മര്യാദക്കാരനായ ജനകീയനായ ഒരു വ്യക്തിയില്ല. രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ കഴിഞ്ഞ തവണയൊക്കെ വിട്ടുപോയെന്നേ ഉള്ളൂ. അപ്പൊ ആ സീറ്റും തിരിച്ചു കിട്ടും, തിരിച്ചു പിടിക്കും. അതെ. മൂന്നാമത്തേത് കുന്നംകുളമാണ്. AC മൊയ്തീൻ മുൻ മന്ത്രി. കരുവന്നൂർ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന, എനിക്കൊന്ന് മുമ്പ് നമ്മുടെ CP ജോൺ മത്സരിച്ച മണ്ഡലം കൂടിയായിരുന്നു. അന്ന് ചെറിയ വ്യത്യാസത്തിലാണ് അദ്ദേഹം പോയത്. ഇല്ലെങ്കിൽ ഒരു
XMLA എങ്കിലും ആയിട്ട് ഇപ്പം അറിയപ്പെടുമായിരുന്നു. പക്ഷെ ഇത്തവണ അത് MLA ആവും, അത് മറ്റൊരു കാര്യം. അത് തിരുവനന്തപുരത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ തിരുവനന്തപുരത്തിന്റെ സാധ്യത അങ്ങനെയാണ്. ഈ തിരുവനന്തപുരത്ത് ചിലപ്പോൾ മത്സരിക്കുമ്പോൾ വേറൊരു കാര്യങ്ങളുണ്ട്, കഴക്കൂട്ടം മത്സരം ഉണ്ടല്ലോ. കഴക്കൂട്ടത്ത് വലിയ ശക്തമായ മത്സരം. കഴക്കൂട്ടം ഇത്തവണ ശരത്ചന്ദ്ര പ്രസാദ് തിരിച്ചു പിടിച്ചാൽ ഒരത്ഭുതവും, അദ്ദേഹം കാരണം അവിടെ കടകംപള്ളിയാണ്. കടകംപള്ളി അയ്യപ്പന്റെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ടും കിട്ടത്തില്ല എന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് ശരത്ചന്ദ്ര പ്രസാദ് പണ്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ തിരിച്ചു പിടിച്ചതുപോലെ കഴക്കൂട്ടം ഇത്തവണ. അതുപോലെ 91 ആറ്റിങ്ങൽ നിന്ന് മത്സരിച്ച് വിജയിച്ച പാരമ്പര്യമുള്ള നേതാവ് കൂടിയാണ് ശരത്ചന്ദ്ര പ്രസാദ്. അതുകൊണ്ട് അവിടെ തിരുവനന്തപുരത്തിലെ അട്ടിമറികളാണ്. തിരുവനന്തപുരം സെൻട്രലിലെ CPG ആണ്, ഇതുപോലെ കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദും ഒക്കെ ഇതിന്റെ സാധ്യത. അത് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. മാത്രമല്ല തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇത്രത്തോളം അറിയാവുന്ന ശരത്ചന്ദ്ര പ്രസാദിനെ അദ്ദേഹം മത്സരിച്ചില്ലെങ്കിലും പലരെയും മത്സരിപ്പിച്ച് ജയിപ്പിച്ച വ്യക്തിയാണ്. ഒരു തീർച്ചയായും. അല്ല, ബാക്കിയുള്ളവരെ ജയിപ്പിക്കാൻ കാണിക്കുന്ന അതിൽ നിന്ന് ഒരുപടി മുന്നിലായിരിക്കുമല്ലോ സ്വന്തം കാര്യത്തിൽ. അപ്പൊ 17 ഇടവേ ബാക്കിയുള്ളവർക്ക് എടുക്കും, 18ാമത് ഇടവേ സ്വന്തം കാര്യത്തിലേ എടുക്കും. അതുകൊണ്ട് കഴക്കൂട്ടവും ഈ തിരുവനന്തപുരം ഒക്കെ അവിടെ അട്ടിമറി നടക്കുന്ന തിരുവനന്തപുരം സെൻട്രലൊക്കെ സാന്ദർഭികമായി നമ്മൾ CPI ജോണിലൂടെ പറഞ്ഞു മാത്രം. അതെ. അടുത്തത് ചേലക്കരയാണ്. ചേലക്കരയാണ് മത്സരിക്കുന്നത് അവിടെ. അതെ. പിന്നെ UR പ്രദീപ് ചേലക്കര ഒരു CPM-ന് ഒരു അപ്പർ ഹാൻഡ് ഉള്ള ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും രാധാകൃഷ്ണൻ മത്സരിച്ച് MP ആയപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു സീറ്റാണ്. അത് അമിത പ്രതീക്ഷ ഒന്നും UDF അവിടെ പുലർത്തുന്നില്ല. വടക്കാഞ്ചേരിയില് സേവിയർ ചിറ്റിലപ്പള്ളിയാണ് ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി. PN വൈശാഖ് എന്ന ചെറുപ്പക്കാരനെയാണ്, പുതുമുഖത്തെയാണ് കോൺഗ്രസ് പരീക്ഷിക്കുന്നത്. ഒരു 50-50 സാധ്യത കൊടുക്കുന്ന ഒരു മണ്ഡലമായിട്ട് കോൺഗ്രസ് വടക്കാഞ്ചേരിയെ സാധ്യത കാണുന്നുണ്ട്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കും നൽകാം. അത് കഴിഞ്ഞാൽ പുതുക്കാട് KK രാമചന്ദ്രൻ LDF-ഉം KM ബാബുരാജാണ് UDF. നമുക്ക് വ്യക്തികളെ വെച്ചിട്ട് വലിയ താര പ്രമുഖരൊന്നും അല്ല, അവിടെ രാഷ്ട്രീയ മത്സരം തന്നെയാണ് നടക്കുന്നത്. എങ്കിൽ പോലും ഈ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ പോയ ഒരു ക്ലീൻ സ്വീപ്പ് അതുപോലെ ഒന്നും ഇത്തവണ LDF-ന് കിട്ടില്ല. ഒരു അപ്പർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ LDF-നായിരിക്കും ഈ പുതുക്കാട് പുതുക്കാട് രാഷ്ട്രീയപരമായിട്ട് അപ്പർ ഹാൻഡ് അവർക്ക് തന്നെയാണ് എന്നുള്ളത്. അതേസമയം നാട്ടികയിൽ ഇത്തവണ CPI-യിൽ അകത്തുള്ള പ്രശ്നവും അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെ മുകുന്ദനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ട്. മുകുന്ദൻ അവിടെ മത്സരിക്കുകയാണല്ലോ, BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അപ്പൊ അതൊക്കെ വലിയ വിഷയങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് അവിടെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് നാട്ടികയിൽ ഉണ്ട് എന്ന് മാത്രമല്ല, നാട്ടിക നമ്മുടെ പ്രതാപന്റെ സ്ഥലവും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിനുള്ള വോട്ടായിട്ടും കൂടി അത് വരും. അപ്പൊ അവിടെ തീർച്ചയായും UDF-ന്റെ സാധ്യത. കൊടുങ്ങല്ലൂർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന ജനീഷ് മത്സരിക്കുന്ന സീറ്റാണ്. ആ സീറ്റും ഇത്തവണ കൊടുങ്ങല്ലൂർ പ്രതീക്ഷിക്കാവുന്ന ഒരു സീറ്റാണ്. ഗുരുവായൂർ ഇതിനോടകം തന്നെ വോട്ടെണ്ണുന്നതിന് മുമ്പേ സ്ഥാനം പിടിച്ച ഒരു മണ്ഡലമാണ് ഗുരുവായൂർ. വിവാദം ഉണ്ടാക്കിയ മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അഖില ഇന്ത്യ കമ്മീഷൻ വരെ കൊടുങ്ങല്ലൂർ എന്ന് ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറിയാം. ഗുരുവായൂർ അപ്പന്റെ പേരിലല്ല, മറിച്ച് ഗോപാലകൃഷ്ണന്റെ പേരിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഈ ഗുരുവായൂർ എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ശ്രീ K കരുണാകരനുള്ളപ്പോൾ എല്ലാ 1-ാം തീയതിയും ഈ ഗുരുവായൂർ അന്താരാഷ്ട്ര ഇത് വരുന്നത്. പക്ഷെ ഈ ഗുരുവായൂരിന്റെ ഒരു പ്രശ്നം, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ LDF ഭരിച്ചിരുന്ന അല്ലെങ്കിൽ LDF-ന് ലഭിച്ചിരുന്ന ഒരു മണ്ഡലമാണത്. ഇപ്പോഴത്തെ സാധ്യതയും അത് ആ തരത്തിൽ തന്നെയല്ലേ? അവിടുത്തെ LDF-ന്റെ സാധ്യതയെ തള്ളിക്കളയാൻ കഴിയും തോന്നുന്നില്ല ഗുരുവായൂരിൽ എങ്ങനെയാണ്? അല്ല, ഗുരുവായൂർ UDF ഇത്തവണ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. അത് ശരി. കാരണം അത് ഈ പ്രധാനമായും ഈ ഗോപാലകൃഷ്ണൻ ആദ്യകാല BJP നേതാവാണ്. അദ്ദേഹം ഒരുപക്ഷെ ഈ വിഭാഗീയത എന്ന് പറയുന്നത് BJP-യുടെ ആദ്യകാലം തൊട്ട് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് വലിയ ഒരു അളവിൽ വരെ ഈ ഗോപാലകൃഷ്ണന് എതിരായിട്ട്, കാരണം ബാക്കി നിയോജക മണ്ഡലത്തിലെ BJP-കാരെയും കൂടെ ഈ ഗോപാലകൃഷ്ണൻ വെട്ടിലാക്കി. അതുകൊണ്ട് അതെല്ലാം കൂടെ ചേർന്ന് ഗോപാലകൃഷ്ണന് പോകേണ്ടുന്ന വലിയൊരു വിഭാഗം വോട്ട് ഈ തീർച്ചയായിട്ടും UDF-ലേക്ക് വന്നേക്കാനുള്ള എല്ലാ സാധ്യതയും ഗുരുവായൂർ ലഭിക്കാനുള്ള സാധ്യത. അതുപോലെ ഈ പിന്നെ നമ്മുടെ ശബരിമല അയ്യപ്പനെ പോലെ ഗുരുവായൂരപ്പനും ഇപ്പൊ ഈ ദൈവങ്ങളൊക്കെ ഇപ്പൊ UDF-ന്റെ കൂടെയാണ്. അങ്ങനെ ഒരു പ്ലസും കൂടിയുണ്ട്.
അപ്പൊ അതുകൊണ്ട് ഗുരുവായൂരിനെ UDF-നാക്കിയിട്ട് തന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ്. കണക്ക് കൂട്ടുകയാണ്. മറ്റൊന്ന് അടുത്ത ചാലക്കുടിയാണ്. ബാക്കി ആർക്ക് കൊടുക്കണമെന്നുള്ളത് ഗുരുവായൂരപ്പൻ അന്തിമമായി തീരുമാനിച്ചോണ്ട് നമ്മൾ ഗുരുവായൂർ UDF-ന് കൊടുക്കുന്നു. അടുത്ത ചാലക്കുടിയാണ്. ചാലക്കുടി ഈ കനൽത്തരി സനീഷ് കുമാർ UDF-ന്റെ കെട്ടകാലത്തും ജയിച്ച വ്യക്തിയാണ്. ചെറുപ്പക്കാരൻ, ഒരു വിവാദത്തിലും ഒന്നിലും പെടാത്ത വ്യക്തി. അദ്ദേഹം അത് നിലനിർത്തുക തന്നെ ചെയ്യും എന്നുള്ളതിന് പ്രത്യേകിച്ച് ആർക്കും സംശയമില്ല. പിന്നെ അവസാനം കയ്പമംഗലമാണ്. ആ കയ്പമംഗലം ഒരു UDF-ന്റെ കോട്ടയൊന്നും അല്ല. അതുകൊണ്ട് ഒരു 50-50 വെച്ചിട്ട് അത് CPM അതിന് നമ്മൾക്ക് നൽകാൻ കഴിയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എത്രയായി? 8 നിയോജക മണ്ഡലങ്ങൾ. 8-5 എന്നുള്ളതാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞു നോക്കുന്നത്. UDF-ന് 8ഉം LDF-ന് 5ഉം നിയോജക മണ്ഡലങ്ങൾ എന്നുള്ളതാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത്. അതിനകത്തുള്ള എൻ്റെ ഒരു അതിന്റെ കൂട്ടത്തിൽ 50-50 വന്നതിൽ ഒരു 2 എണ്ണം കൂടി വേണ്ടി വന്നാൽ കിട്ടാം. അങ്ങനെ 10-13 ആയിട്ട് വരെയും വന്ന നിക്കാം. ഈ 100 സീറ്റ് എന്നൊക്കെ പറഞ്ഞ ആ കെമിസ്ട്രി അത് നടപ്പിലായാൽ ഈ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആദ്യം ഈ ഇപ്പൊ താങ്കൾ പറഞ്ഞു വെക്കുന്നത് 10 ആവാം അല്ലെങ്കിൽ 8 ആവാം. ഇതിലെന്താ 8 ഉറപ്പായി കഴിഞ്ഞു. 10 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലഭിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ 10-3 എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്ന് ലഭിക്കുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഈ തൃശ്ശൂരിൽ താങ്കൾ ആദ്യം പറഞ്ഞ പോലെ 50-50 ആണ്. ഒല്ലൂരിൽ LDF-ന്റെ സാധ്യതകൾ എനിക്ക് തള്ളിക്കളയാൻ കഴിയാത്തതുകൊണ്ട് അത് LDF-ന്റെ സീറ്റ് തന്നെയാണ് ഒല്ലൂർ എന്ന് പറയുന്നത്. തൃശ്ശൂരിലെ സാധ്യതകളും ഈ പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളുള്ളതുകൊണ്ട് അവിടെയും LDF-ന്റെ സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല. അവിടെയും വിജയിച്ചു കയറാൻ LDF-ന് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് മണലൂരാണ്. മണലൂരിൽ TN പ്രതാപന്റെ സീറ്റ് തന്നെയാണ് താങ്കൾ പറഞ്ഞ പോലെ. അത് TN പ്രതാപന് UDF-ന് അനുകൂലമായിട്ട് ലഭിക്കും. ഇരിഞ്ഞാലക്കുടയിലും തോമസ് ഉണ്ണിയാടിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണ്. അവിടെ തോമസ് ഉണ്ണിയാടിന്റെ ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ അതേസമയം കുന്നംകുളത്ത് LDF-ന്റെ സാധ്യത, ഒപ്പം തന്നെ ചേലക്കര പ്രദീപിൻ്റെത് വീണ്ടും ഒരു മത്സരം നടക്കുന്നുണ്ട്. ചേലക്കരയിൽ അത് LDF-ന്റെ സാധ്യത. കാരണം ചേലക്കര രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന വളരെ ജനകീയനായിട്ടുള്ള നേതാവിന്റെ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് അവിടെയും LDF-ന്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല. മറ്റൊന്ന് വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി താങ്കൾ പറഞ്ഞ 50-50 ആണ്. വടക്കാഞ്ചേരിയിലെ സാധ്യതയും LDF-ന് അനുകൂലമാകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് പുതുക്കാടാണ്. പുതുക്കാടും LDF-ന് അനുകൂലമായിട്ടുള്ളൊരു കാറ്റ് വീശുന്ന ഇടമാണ്. നാട്ടിക താങ്കൾ പറഞ്ഞ പോലെ UDF-ലേക്ക് പോകാം. മറ്റൊന്ന് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരിലും ഇത്തരത്തിൽ UDF-ലേക്ക് എത്തുവാനുള്ള സാധ്യത അതിനകത്ത് കാണുന്നുണ്ട്. ഗുരുവായൂർ താങ്കൾ പറഞ്ഞ പോലെ പിടിച്ചടക്കാൻ കഴിയുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അതെങ്ങനെയാണ് എന്നുള്ളത് കാത്തിരിക്കേണ്ടതാണ്. കാരണം LDF-ന് എപ്പോഴും അനുകൂലമായിട്ട് വീശുന്ന ഒരു കാറ്റുള്ള ഇടം കൂടിയാണ് ഈ ഗുരുവായൂർ എന്ന് പറയുന്നത്. അത് ഒഴിച്ച് മുസ്ലിം ലീഗ് ജയിക്കുന്ന മണ്ഡലമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ചിലപ്പോ സാധ്യതകളുണ്ട് എന്ന് പറയാം. കാരണം ഈ നമ്മുടെ അതൊരു വൈരുദ്ധ്യമാണ്. നോക്ക്, ഗുരുവായൂരപ്പന്റെ മണ്ഡലത്തിൽ ജയിക്കുന്നു. അതൊരു സാധ്യതയാണ്. ഇപ്പോഴത്തെ ഈ ഒരു ആന്റി ഇൻകംബൻസിയും ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു സാധ്യത. പിന്നെ ഈ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ വരുത്തി വെച്ചിട്ടുള്ള വിനകളൊക്കെ വലിയ ദോഷം ചെയ്യും എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിലും ഇവിടെ ഗുരുവായൂരിലും ഈ LDF UDF എന്ന് പറയപ്പെടുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതൊരു 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. ചാലക്കുടി താങ്കൾ പറഞ്ഞ പോലെ സനീഷിന് സാധ്യതയുണ്ട്. ഈ കയ്പമംഗലത്തേക്ക് എത്തപ്പെടുമ്പോഴും UDF-ന്റെ കോട്ടയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ തൃശ്ശൂർ മൊത്തത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന്റെ ഒരു സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് പലപ്പോഴും. CPI-യുടെ കോട്ടകളാണ് പലയിടങ്ങളിൽ എന്ന് പറഞ്ഞാൽ. അതൊരു ഈ പറയുന്ന അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ അവരോടൊപ്പം ചേർന്ന് നിന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന ആൾക്കാരുടെ ഇടമാണ്. ചെത്തുതൊഴിലാളികളുടെ അതെ, ആ ഒരു സാധ്യത ഉണ്ടായിരുന്ന ഇടമാണ്. പക്ഷെ അതൊക്കെ മാറുന്നു. ഈ പറഞ്ഞ ആന്റി ഇൻകംബൻസിയും പിന്നെ ഈ പറയുന്ന CPI-യുടെ തമ്മിലടിയൊക്കെ അവിടെ വലിയ വിഷയങ്ങളാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ആണെങ്കിൽ 10-3 അല്ലെങ്കിൽ 8-5 എന്ന് പറയുന്നതിനേക്കാളേറെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 7 സീറ്റോളം LDF-ന് കിട്ടാം. 7 സീറ്റോളം. ചിലപ്പോൾ അത് സാധ്യതകൾ മാത്രമാണ്, അങ്ങനെ ലഭിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനകത്ത് ഞാനീ പറഞ്ഞതിനകത്ത് ചിലപ്പോൾ പെട്ടുപോകാൻ കഴിയുന്നത്, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതിൽ ഞാൻ ഖണ്ഡിക്കുന്നത് ഗുരുവായൂരും അതുപോലെ തന്നെ ഈ പറയുന്ന തൃശ്ശൂരും ഒല്ലൂരും 50-50 അപ്പുറം അതിനെ LDF-ന്റെ സീറ്റുകളാക്കി മാറ്റുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ UDF-ന് 7ഉം LDF-ന് 6 സീറ്റുകൾ ലഭിച്ചേക്കാം. അങ്ങനത്തെ ഒരു സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ തൃശ്ശൂരും ചിലപ്പോൾ തൃശ്ശൂരിൻ്റെ 7 എന്ന് പറയപ്പെടുന്ന 8 ആയേക്കാം. അതിൻ്റെ സാധ്യതകളുണ്ട്. 5 സീറ്റുകൾ എന്തായാലും പരമപ്രധാനമായിട്ടും LDF-ലേക്ക് മടങ്ങിപ്പോകുന്നത്. എങ്ങനെ വന്നാലും ഒരു 2 സീറ്റിന്റെ മേൽക്കൈയെ ആർക്ക് ആയാലും കിട്ടുള്ളൂ. അതാണ് തൃശ്ശൂരിൽ ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയപ്പെടുന്നത്. അത്തരത്തിൽ തന്നെ ആയിരിക്കണം തൃശ്ശൂരിന്റെ ഒരു സാധ്യത എന്ന് പറയപ്പെടുന്നത്. എന്തായാലും നമുക്ക് ഇനി അടുത്ത മണ്ഡലത്തേക്ക് പോകാം.